വിശപ്പടക്കാൻ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യേണ്ടി വന്നപ്പോഴും ഇംഗ്ലീഷ് അറിയാത്തതിന്റെ പേരിൽ കോളേജിൽ ഒറ്റപ്പെട്ടപ്പോഴും അദ്ദേഹം തന്റെ സ്വപ്നത്തെ കൈവിട്ടില്ല. അതെ, പേടിഎമ്മിന്റെ സ്ഥാപകനായ വിജയ് ശേഖർ ശർമ്മയുടെ കഥയാണിത്. ദാരിദ്ര്യത്തോടും ഭാഷാപരമായ വെല്ലുവിളികളോടും പടവെട്ടി സ്വന്തം സ്വപ്നങ്ങളെ പിന്തുടർന്നു ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരിൽ ഒരാളായി മാറിയ അദ്ദേഹത്തിന്റെ ജീവിതം ഏതൊരാൾക്കും പ്രചോദനമാണ്. 1978 ജൂൺ 7 ഉത്തർപ്രദേശിലെ അലിഗഡിലാണ് വിജയ് ശേഖർ ശർമ്മ ജനിക്കുന്നത്. സ്കൂൾ അധ്യാപകനായിരുന്ന സുലോം പ്രകാശ് ശർമ്മയും ആശാ ശർമ്മയുമായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. അലിഗഡിനടുത്തുള്ള ഹർദുഗഞ്ച് എന്ന ചെറിയ പട്ടണത്തിലെ ഒരു ഹിന്ദി മീഡിയം സ്കൂളിലായിരുന്നു അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാതെ വിശപ്പടക്കാൻ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യേണ്ടി വന്ന ബാല്യകാലം അദ്ദേഹത്തിന്റെ മനസ്സിൽ ദാരിദ്ര്യത്തിന്റെ കയ്പു നിറഞ്ഞ ഓർമ്മകൾ സമ്മാനിച്ചു. പിന്നീട് തന്റെ 15-ാം വയസ്സിൽ വിജയ് കോളേജ് പഠനം ആരംഭിച്ചു. എന്നാൽ ഹിന്ദി മീഡിയത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നത് അദ്ദേഹത്തിനൊരു വലിയ വെല്ലുവിളിയായിരുന്നു. കോളേജിലെ മറ്റു വിദ്യാർത്ഥികൾ അനായാസം ഇംഗ്ലീഷ് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒറ്റപ്പെട്ടു. എന്നാൽ ഈ പ്രതിസന്ധിയിൽ തളരാൻ വിജയ് തയ്യാറായിരുന്നില്ല. ഇംഗ്ലീഷ് പുസ്തകങ്ങളും പത്രങ്ങളും വായിച്ചും ഹോളിവുഡ് സിനിമകൾ കണ്ടും ചുരുങ്ങിയ കാലയളവിൽ അദ്ദേഹം ഇംഗ്ലീഷ് പഠിച്ചെടുത്തു. കോളേജ് പഠനകാലത്ത് തന്നെ ഇന്ത്യയിലെ ഇന്റർനെറ്റ് സാധ്യതകളെക്കുറിച്ച് വിജയ് തിരിച്ചറിഞ്ഞിരുന്നു. 1997 തന്റെ 19-ാം വയസ്സിൽ അദ്ദേഹം എക്സസ് കോർപ്പറേഷൻ എന്ന പേരിൽ തന്റെ ആദ്യ കമ്പനി ആരംഭിച്ചു. ആ ഒരു കാലയളവിൽ ദ ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള പ്രമുഖ സ്ഥാപനങ്ങൾക്ക് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് IndiaSite.net എന്ന പേരിൽ ഒരു വെബ്സൈറ്റും അദ്ദേഹം തുടങ്ങി. പിന്നീട് 2 വർഷത്തിനു ശേഷം ഈ വെബ്സൈറ്റ് ഏകദേശം 4 കോടി രൂപയ്ക്ക് വിൽക്കുകയുണ്ടായി. ഇത് അദ്ദേഹത്തിന്റെ സംരംഭകത്വ ജീവിതത്തിലെ ആദ്യത്തെ വലിയ വിജയമായിരുന്നു. തുടർന്ന് തന്റെ 19-ാം വയസ്സിൽ ബിടെക് ബിരുദം പൂർത്തിയാക്കിയ ശേഷം 2000 വിജയ് 197 കമ്മ്യൂണിക്കേഷൻസ് എന്ന കമ്പനി സ്ഥാപിച്ചു. മൊബൈൽ ഫോണിലൂടെ SMS വഴി വാർത്തകളും ക്രിക്കറ്റ് സ്കോറുകളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഈ കമ്പനിയുടെ പ്രധാന ലക്ഷ്യം. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്റർനെറ്റിന്റെ അതിവേഗ വളർച്ചയിൽ കമ്പനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഒരു ബന്ധുവിൽ നിന്നും വാങ്ങിയ 8 ലക്ഷം രൂപ തിരിച്ചടക്കേണ്ടി വന്നപ്പോൾ വിജയ് ആകെ തളർന്നിരുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് മറ്റൊരു കമ്പനിക്ക് ചെയ്തു കൊടുത്ത ഒരു പ്രൊജക്റ്റിന്റെ പേരിൽ ആ കമ്പനിയുടെ CEO സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് ക്ഷണം ലഭിക്കുന്നത്. എന്നാൽ തളർന്നിരുന്നിട്ടും തന്റെ കമ്പനിയുടെ വളർച്ചയിൽ ആത്മവിശ്വാസമുണ്ടായിരുന്ന വിജയ് ആ വാഗ്ദാനം നിരസിച്ചു. വിജയിയുടെ കഴിവിൽ വിശ്വാസം തോന്നിയ കമ്പനി ഉടമ വിജയ്ക്ക് വേണ്ട 8 ലക്ഷം രൂപ നൽകി തുടർന്ന് കമ്പനിയുടെ 40% ഷെയറും വാങ്ങിച്ചു. അങ്ങനെ 2010 പേ ത്രൂ മൊബൈൽ എന്ന ആശയം വിജയ് തന്റെ ബോർഡിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമാരും ഇതിനെ പിന്തുണച്ചില്ല. എന്നാൽ തന്റെ സ്വപ്നത്തിൽ ഉറച്ചു വിശ്വസിച്ച വിജയ് കമ്പനിയിലെ തന്റെ 1% ഷെയർ, അതായത് $2 മില്യൺ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, "This is for all of you. If I waste all the money that we put on the site." വിജയിയുടെ ഈ ആത്മവിശ്വാസം ബോർഡ് മെമ്പർമാരുടെ ഹൃദയത്തിൽ കൊണ്ടു. അങ്ങനെയാണ് പേടിഎമ്മിന് തുടക്കം കുറിക്കുന്നത്. ഇത് വിജയിയുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. 8 ലക്ഷം രൂപ കൊടുത്ത് 40% ഷെയറും വാങ്ങിയ കമ്പനി ഉടമ പിന്നീട് 100 കോടി ലാഭം കൊയ്തു. പേടിഎം വലിയ വിജയമായി മാറി. ഇന്ന് ഇന്ത്യയുടെ ഓരോ മുക്കിലും മൂലയിലും പേടിഎമ്മിന്റെ QR കോഡുകളുണ്ട്. 350 മില്യൺ ആളുകളാണ് ഇന്ന് പേടിഎം ഉപയോഗിക്കുന്നത്. ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാതിരുന്ന ആ പഴയ നാളുകളിൽ നിന്ന് ഇന്ന് $2.7 ബില്യൺ ആസ്തിയുള്ള ഇന്ത്യയിലെ യങ്ങസ്റ്റ് ബില്യണറുകളിൽ ഒരാളാണ് വിജയ് ശേഖർ ശർമ്മ.